Class 2, Chapter 15, इक्की दुक्की। दो बहनों थी। एक का नाम था एक केसवाली और दूसरी का नाम था दोंग केसवाली। दोनों बहनों अपने अम्मा और बाबा के साथ एक छोटे से घर में रहती थी। ഇക്കി ദുക്കി, ഇക്കിയും ദുക്കിയും. ഇക്കിയും ദുക്കിയും രണ്ട് പെൺകുട്ടികളാണ്. അവർ രണ്ടുപേരും സിസ്റ്റേഴ്സാണ്. ഇവർ രണ്ടുപേരുടെയും കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായി പോകുന്നത്. ദോ ബഹനോം തീ. ബഹനോം എന്നാൽ സിസ്റ്റേഴ്സ്. രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഏക് കാ നാം ഥാ ഏക് കേസവാലി. അതിൽ ഒരാളുടെ പേരാണ് एक केसवाली और दूसरी का नाम था दोंग केसवाली. അതുപോലെ തന്നെ അടുത്തയാളുടെ പേരാണ് दोंग केसवाली എന്ന് പറയുന്നത്. दोनों बहनों अपने अम्मा और बाबा के साथ एक छोटे से घर में रहती थी. അമ്മ എന്നാൽ മദർ, അമ്മ. ബാബ എന്നാൽ ഫാദർ, അച്ഛൻ. അവർ രണ്ട് പേരും അവരുടെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ ഒരു ചെറിയ വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ചോട്ടെ എന്നാൽ സ്മോൾ. ഏക് കേസവാലി കാ ഏക് ഹി ബാൽ താ. ബാൽ എന്നാൽ മുടി, ഹെയർ. ഏക് കേസവാലിക്ക് ഒരൊറ്റ മുടിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇസിലിയെ സബ് ഉസേ എക്കി ബുലാത്തെ തേ. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരെ എക്കി എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു മുടി മാത്രമുള്ളത് കൊണ്ട് എല്ലാവരും ഏക് കേസവാലിയെ എക്കി എന്ന് വിളിച്ചിരുന്നു. ദോങ് കേസവാലി ബഡി ഗമണ്ടി തീ. ദോങ് കേസവാലി ഭയങ്കര അഹങ്കാരിയായിരുന്നു. ഗമണ്ടി എന്നാൽ അഹങ്കാരി. ദോങ് കേസവാലി ഭയങ്കര അഹങ്കാരിയായിരുന്നു. ഉസ്കെ ദോ ബാൽ തേ. അവർക്ക് രണ്ട് മുടി ഉണ്ടായിരുന്നു. ഇസിലിയെ സബ് ഉസേ ദുക്കി ബുലാത്തെ തേ. അതുകൊണ്ട് എല്ലാവരും അവരെ ദുക്കി എന്ന് വിളിച്ചിരുന്നു. ദോ എന്നാൽ രണ്ട് എന്നല്ലേ, അതുകൊണ്ട് ദുക്കി. ഏക് എന്നാൽ ഒന്ന് എന്നല്ലേ, അതുകൊണ്ട് എക്കി. അമ്മ സോച്ചती थी कि ദുക്കി ജैसी സുന്ദർ ലഡ്കി തോ ദുനിയാ में है ही नहीं. സുന്ദർ എന്നാൽ ബ്യൂട്ടിഫുൾ, ഭംഗിയുള്ള. ദുനിയ എന്നാൽ വേൾഡ്, ലോകം. അമ്മ കരുതിയിരുന്നു ദുഃഖിയെ പോലെ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി ഈ ലോകത്ത് തന്നെ ഉണ്ടാവുകയില്ല എന്ന്. और बाबा उनको सोचने की फुर्सत ही कहा. काम में जो उलझे रहते थे. ഫുർസത്ത് എന്നാൽ ലെഷർ ഓർ സ്പെയർ ടൈം, ഒഴിവ് സമയം. ഉലജെ എന്നാൽ ഗെറ്റ് ഇൻവോൾവ്, എപ്പോഴും അതിൽ തന്നെയായിരുന്നു. അതായത് ബാബ, അച്ഛന് അമ്മയെ പോലെ ഇതുപോലെ ആലോചിക്കാനൊന്നും ഒട്ടും സമയമുണ്ടായിരുന്നില്ല. അച്ഛൻ എപ്പോഴും ജോലിയുടെ കാര്യത്തിൽ തിരക്കായിരുന്നു. കാം എന്നാൽ വർക്ക്. ദുഃഖി ഹമേഷ അപ്പനി ബഹൻ പർ റൗബ് ജമാത്തി രഹത്തി. റൗബ് എന്നാൽ ഡോമിനേറ്റഡ്. ദുഃഖി എപ്പോഴും തൻ്റെ സിസ്റ്റർ, തൻ്റെ അനിയത്തിയുടെ അടുത്ത് ഡോമിനേറ്റഡ് ആയി ഇരുന്നിട്ടുണ്ടായിരുന്നു. അതായത് എക്കിയേക്കാൾ മുൻതൂക്കം തനിക്കാണ്, താനാണ് കുറച്ചും കൂടി വലിയ ആൾ എന്നെല്ലാം കാണിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ദുഃഖി. എക്കിയേക്കാൾ തനിക്ക് മുടി കൂടുതലാണ് എന്നും എക്കിയേക്കാളും താൻ ഭംഗിയുള്ളവളാണ് എന്നും എല്ലാം കരുതിക്കൊണ്ട് ദുഃഖി എപ്പോഴും എക്കിയേക്കാൾ വലിയ ആളാണ് എന്ന് കരുതി ഇരിക്കുന്നുണ്ടായിരുന്നു. एक दिन എക്കി ധനെ ജംഗൽ മേ ഗയി. ധനെ ജംഗൽ എന്നാൽ ഡെൻസ് ഫോറസ്റ്റ്, അതായത് ഒരുപാട് മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു കാട്ടിലേക്ക് എക്കി പോയി. ചലത്തെ ചലത്തെ വഹ് ധനെ ജംഗൽ കെ ബീച്ച് ആ പഹുജി. നടന്ന് നടന്ന് എക്കി ആ ഡെൻസ് ഫോറസ്റ്റിന്റെ ഇടയിലെത്തി. ബീച്ച് എന്നാൽ ബിറ്റ്വീൻ, ഇടയിൽ. ചാരോം തരഫ് സന്നാട്ടാത്ത. സന്നാട്ട എന്നാൽ സൈലൻസ്. നാലു വശവും വളരെ നിശബ്ദമായിരുന്നു. അച്ചാനക് ഉസ്നെ ഏക് ആവാസ് സുനി. അച്ചാനക് എന്നാൽ പെട്ടെന്ന്. പെട്ടെന്ന് എക്കിക്കൊരു ശബ്ദം കേട്ടു. ആവാസ് എന്നാൽ ശബ്ദം. പാനി മുझे പ്യാസ് ലഗി ഹൈ. പാനി എന്നാൽ
വാട്ടർ വെള്ളം. പ്യാസ് എന്നാൽ തേഴ്സ്റ്റ് ദാഹം. വെള്ളം, എനിക്ക് വളരെയധികം ദാഹിക്കുന്നു. കോയി പാനി പിലാദോ, ആരെങ്കിലും എനിക്ക് കുറച്ച് വെള്ളം തരൂ. എക്കി രുക്കി और उसने चारों तरफ घूम कर देखा. രുക്കി എന്നാൽ സ്റ്റോപ്ഡ്. എക്കി ആ ശബ്ദം കേട്ടപ്പോൾ നിന്നു. എന്നിട്ട് 4 വശവും ചുറ്റിലും നോക്കി. വഹാത്തോ കോയി നഹീത്ത, എന്നാൽ ചുറ്റും നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. സൂക്കി മുർചായി ഹുയി മെഹന്തി കി ഏക് ജാടി ജിസ്കെ പത്തെ സർസരാ രഹേ തേ. സൂക്കി എന്നാൽ ഡ്രൈ ആയിട്ടുള്ള, മുർചായി എന്നാൽ വിത്തേഴ്സ് അതായത് വാടിയ, ഉണങ്ങി വാടിയ ഒരു മെഹന്തി. മെഹന്തി എന്നാൽ മൈലാഞ്ചി. മൈലാഞ്ചിയുടെ ഒരു ബുഷായിരുന്നു അത്. ജിസ്കെ പത്തെ സർസരാ രഹേ തേ, അതിൻ്റെ ഇലകളെല്ലാം വാടി ഉണങ്ങിയിരുന്നു. പാസ് മേ ഹി പാനി കി ധാര ബഹ് രഹി തി. ധാര എന്നാൽ സ്ട്രീം അരുവി, ബഹ് എന്നാൽ ഫ്ലോ ഒഴുകുക. അടുത്ത് തന്നെ ഒരു അരുവി ഒഴുകുന്നുണ്ടായിരുന്നു. ഏക്കിനെ ചുല്ലു മേ പാനി ഭർക്കർ ഏക് ബാർ ദോ ബാർ കൈ ബാർ ജാടി കെ ഊപ്പർ ഡാല. എക്കി അതിൽ നിന്നും വെള്ളം നിറച്ച് 1 പ്രാവശ്യം, 2 പ്രാവശ്യം, അങ്ങനെ ഒരുപാട് പ്രാവശ്യം ബുഷിന്റെ മുകളിലൂടെ ഒഴിച്ചു. മെഹന്തി കി ജാടി ബോലി, അപ്പോൾ മൈലാഞ്ചിയുടെ ചെടി പറഞ്ഞു, ധന്യവാദ് എക്കി, മേ തുമ്ഹാരി യേ മദദ് യാദ് രഖൂംഗി. ധന്യവാദ് എന്നാൽ താങ്ക്സ് നന്ദി, മദദ് എന്നാൽ ഹെൽപ്പ് സഹായം, യാദ് എന്നാൽ റിമെമ്പർ ഓർമ്മിക്കുക. അപ്പോൾ മൈലാഞ്ചി ചെടി പറഞ്ഞു, താങ്ക് യു എക്കി, നന്ദി എക്കി, ഞാൻ നിന്റെ ഈ സഹായം എന്നും ഓർക്കും. എക്കി ആകെ ബഡ് ഗയി, എക്കി മുന്നോട്ട് പോയി. फिर अचानक सन्नाटे में उसे एक और आवाज सुनाई दी. പിന്നെ പെട്ടെന്ന് ആ സൈലന്റ് ആയിട്ടുള്ള സ്ഥലത്ത് എക്കിക്ക് ഒരു ശബ്ദം കൂടി കേൾക്കാനിടയായി. മുझे भूख लगी है. ഭൂക്ക് എന്നാൽ വിശപ്പ്, ഹംഗ്രി. എനിക്ക് വളരെയധികം വിശക്കുന്നു. കോയി മുझे खाना खिला दो. ആരെങ്കിലും എനിക്ക് ഭക്ഷണം തരൂ. എക്കിനെ देखा कि एक मरियल सी गाय पेड़ से बांधी हुई थी. മരിയൽ എന്നാൽ വീക്ക്, വളരെ ക്ഷീണിച്ച. ഗായ് എന്നാൽ കൗ, പശു. പേട് എന്നാൽ ട്രീ, മരം. ബാന്തി എന്നാൽ ടൈഡ് അപ്പ്, കെട്ടിയിട്ടിരിക്കുക. എക്കി നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? ഒരു ക്ഷീണിതനായ, വളരെ ഒട്ടി ഉണങ്ങിയ ഒരു പശു ഒരു മരത്തിൽ കെട്ടിയിട്ട. എക്കി ने घास फूस इकट्ठी की और गाय को खिला दी. घास എന്നാൽ ഗ്രാസ്, ഫൂസ് എന്നാൽ സ്ട്രോ, വൈക്കോൽ. ഇക്കട്ടി എന്നാൽ കളക്ട് ചെയ്യുക. എക്കി പുല്ലും വൈക്കോലുമെല്ലാം ശേഖരിച്ചു കൊണ്ട് പശുവിന് അത് കഴിക്കാനായി കൊടുത്തു. ഉസ്കെ ബാദ് ഉസ്നെ ഗായ് കെ ഗോൽ മേ ബാന്തി രസ്സി കോ കോൽ ദിയ. ഗോൽ എന്നാൽ നെക്ക്, കഴുത്ത്. രസ്സി എന്നാൽ റോപ്പ്, കയർ. അതിനുശേഷം എക്കി ആ പശുവിൻ്റെ കഴുത്തിൽ കെട്ടിയിട്ടിരുന്ന കയറ് അഴിച്ചുവിട്ടു. धन्यवाद एकी, मैं तुम्हारी ये मदद हमेशा याद रखूंगी. गाय ने कहा. ഗായ് പശു അപ്പോൾ എക്കിയോട് പറഞ്ഞു, ധന്യവാദ് എക്കി, താങ്ക് യു എക്കി, ഞാൻ നീ ചെയ്ത ഈ സഹായം എപ്പോഴും ഓർമ്മിക്കും. എക്കി അബ് ചലത്തെ ചലത്തെ थक गई थी. എക്കി നടന്ന് നടന്ന് ക്ഷീണിതയായിരുന്നു. थक എന്നാൽ ക്ഷീണിക്കുക. ഉസേ ഗർമി ബി ലഗ് രഹി തി. എക്കിക്ക് വളരെയധികം ചൂടും തോന്നിയിരുന്നു. ഉസേ സമജ് നഹി ആ രഹാ താ കി അബ് വഹ് ക്യാ കരേ. എക്കിക്ക് അറിയില്ലായിരുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന്. കഹാ ജായേ, എങ്ങോട്ട് പോവും എന്ന്. തബി ഉസേ ദൂർ ഏക് ചോമ്പടി ദിക്കായി ദി. ചോമ്പടി എന്നാൽ ഹട്ട്, കുടിൽ. ദൂർ എന്നാൽ വളരെ ദൂരത്തിൽ. അപ്പോഴാണ് എക്കിക്ക് വളരെ ദൂരത്തിൽ ഒരു കുടിൽ കാണാനായി കഴിഞ്ഞത്. എക്കി ദൗഡ് കർ ചോപ്പടി തക് ഗയി ഓർ ആവാസ് ലഗായി, കോയി ഹേ. എക്കി ദൗഡ് കർ എന്നാൽ ഓടിക്കൊണ്ട്, ആവാസ് എന്നാൽ സൗണ്ട്. എക്കി ഓടിക്കൊണ്ട് ആ കുടിലിന്റെ അടുത്ത് പോയി ശബ്ദമുണ്ടാക്കി. കോയി ഹേ, ആരെങ്കിലും ഉണ്ടോ? ഏക് ബൂഢി അമ്മാനെ ദർവാസ ഖോല. ബൂഢി എന്നാൽ വയസ്സായിട്ടുള്ള, ഒരു വയസ്സായ അമ്മ വാതിൽ തുറന്നു. ദർവാസ എന്നാൽ വാതിൽ.
ബൂഢി അമ്മാനെ കഹാ, എന്നിട്ട് ആ വയസ്സായ അമ്മ പറഞ്ഞു, ആഹാ ആ ഗയി മേരി ബച്ചി, മേ തുമ്ഹാരി ഹി രാഹ് ദേഖ് രഹി തി. എക്കിയെ കണ്ടപ്പോൾ ആ ബൂഢി അമ്മ, വയസ്സായ അമ്മ പറഞ്ഞു, ആഹാ എൻ്റെ കുട്ടി വന്നുവോ, ഞാൻ നിനക്കായി ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. ആവോ അന്തരാജാവോ, വരൂ അകത്തേക്ക് വരൂ. എക്കി ഹൈറാൻ ഹോ ഗയി ഓർ ചുപ് ചാപ് ചോപ്പടി മേ ആ ഗയി. ഹൈറാൻ എന്നാൽ സർപ്രൈസ്ഡ്, അത്ഭുതപ്പെട്ടുപോയി. എക്കി അത്ഭുതപ്പെട്ടുപോയി. എന്നിട്ട് മിണ്ടാതെ കുടിലിനകത്തേക്ക് കയറി. കാരണം ആ അമ്മയെ എക്കി അതിനു മുന്നേ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് എന്നെ കാത്തിരിക്കുക എന്ന് എക്കി ആലോചിച്ച് അത്ഭുതപ്പെട്ടു പോയി. ചോമ്പടി മേ ആക്കർ ഉസേ ബഹുത് അച്ഛാ ലഗ. കുടിലിനകത്തേക്ക് കയറിയപ്പോൾ എക്കിക്ക് വളരെ നന്നായി തോന്നി. ബൂഢി അമ്മാനെ കഹാ, ആവോ ബേട്ടി തുമ്ഹാരെ ലിയെ നഹാനെ കാ പാനി തയ്യാർ ഹേ. നഹാനെ എന്നാൽ ബാത്ത്, കുളിക്കുക. വയസ്സായ അമ്മ പറഞ്ഞു, വരൂ മോളെ, നിനക്കായി കുളിക്കാനുള്ള വെള്ളം തയ്യാറായിട്ടുണ്ട്. പഹലെ അച്ഛി തരസെ തേൽ ലഗാവോ ഓർ ഉസ്കെ ബാദ് നഹാലോ. തേൽ എന്നാൽ ഓയിൽ, എണ്ണ. ആദ്യം നീ നന്നായി എണ്ണ തേക്കൂ, എന്നതിന് ശേഷം നീ കുളിച്ചോളൂ. ഫിർ ഹം ഖാന ഖായേങ്കെ, അതിനുശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം. എക്കിനെ ശർമാത്തെ ഹുയെ കഹാ, നെഹി നെഹി. ശർമാത്തെ എന്നാൽ നാണിച്ചുകൊണ്ട്. എക്കി നാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല ഇല്ല, വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. അമ്മാനെ പുച്കാർ കർ കഹാ, അരെ നെഹി ക്യാ, ജൈസെ മേ കഹത്തി ഹൂ വൈസേ കരോ. അമ്മ സ്നേഹത്തോടു കൂടി പറഞ്ഞു, അരെ എന്തില്ല എന്ന് ഞാൻ എന്ത് പറയുന്നു അത് ചെയ്യൂ. എക്കിനെ ബൂഢി അമ്മാക്കി ബാത് മാൻലി. എക്കി ആ വയസ്സായ അമ്മ പറഞ്ഞ കാര്യം അനുസരിച്ചു. ഫിർ പതാ ഹേ ക്യാ ഹുവാ, പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നറിയാമോ? യക്കീനെ ജैसे ही अपने सिर से तैलिया हटाया तो उसने पाया कि उसके सिर पर एक नहीं परंतु बहुत सारे बाल थे. സിർ എന്നാൽ ഹെഡ്, തല. തൈലിയ എന്നാൽ ടവൽ. ഹട്ടായ എന്നാൽ റിമൂവ്ഡ്, മാറ്റിയപ്പോൾ. പായ എന്നാൽ ഹാഡ് ഗോട്ട്, കിട്ടി. എക്കി തൻ്റെ തലയിൽ നിന്നും ടവൽ മാറ്റിയപ്പോൾ എന്താണ് കിട്ടിയത്? എക്കിയുടെ തലയിൽ ഒന്നല്ല, പക്ഷേ ഒരുപാട് മുടിയുണ്ടായിരുന്നു. എക്കി ഇത്തനി ഖുഷി ഹുയി കി വഹ് ഖാനാ ഖാഹി നഹി സഖി. എക്കി അത്രയധികം സന്തോഷിച്ചു. അവൾക്ക് ആ സന്തോഷം കാരണം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെയായി. ബസ് ബാർ ബാർ വഹ ബൂഢി അമ്മ കാ ധന്യവാദ് ഹി കർത്തി രഹി. ബാർ എന്നാൽ എഗെയിൻ. എന്താണ് ചെയ്തത്? വീണ്ടും വീണ്ടും ആ വയസ്സായ അമ്മയോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു. ബൂഢി അമ്മാനെ മുസ്കുരാത്തെ ഹുയെ കഹാ, അബ് തും ഘർ ജാവോ ബേട്ടി ഓർ ഹമേഷ ഖുശ് രഹോ. അപ്പോൾ ബൂഢി അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി നീ നിന്റെ വീട്ടിലേക്ക് പൊയ്ക്കോളൂ മോളെ. നീ എന്നിട്ട് എപ്പോഴും സന്തോഷമായിരിക്കൂ. എക്കിക്കോ തോ ജൈസെ പങ്ക് ഹി നിക്കൽ ആയി. പങ്ക് എന്നാൽ വിങ്സ്, ചിറക്. എക്കിക്ക് അപ്പോൾ ഒരു ചിറക് മുളച്ചതുപോലെയാണ് തോന്നിയത്. കാരണം എക്കി അത്രയധികം സന്തോഷിച്ചിരുന്നു. വഹ് സർ പട്ട് ഘർ കി തരഫ് ദൗഡ് ചലി. എക്കി പെട്ടെന്ന് തന്നെ വീട്ടിന്റെ അടുത്തേക്ക് ഓടി. രാസ്തെ മേ ഉസേ ഗായനെ മീട്ടാ മീട്ടാ ദൂത് ദിയ. രാസ്തെ എന്നാൽ വഴിയിൽ, മീട്ട എന്നാൽ സ്വീറ്റ്, ദൂത് എന്നാൽ പാൽ. വഴിയിൽ വെച്ച് പശു നല്ല സ്വീറ്റ് ആയിട്ടുള്ള പാല് എക്കിക്ക് നൽകി. ഓർ ജാഡിനെ ഹാത്തോം പർ രച്ചാനെ കെ ലിയെ മെഹന്തി ദി. അതുപോലെ തന്നെ ബുഷ് എക്കിയുടെ കയ്യിലിടാനായിട്ട് മൈലാഞ്ചിയും നൽകി. ഘർ പഹുഞ്ച് കർ എക്കിനെ സാരി കഹാനി സുനായി. വീട്ടിൽ എത്തിയ ഉടൻ തന്നെ എക്കി എല്ലാ കഥയും പറഞ്ഞു കൊടുത്തു. പഹുഞ്ച് കർ എന്നാൽ എത്തിയപ്പോൾ. ദൊക്കി കഹാനി സുൻതേ ഹി സീതെ ജംഗൽ കി തരഹ് ബാങ്കി. സീതെ എന്നാൽ സ്ട്രെയിറ്റ്. ദൊക്കി കഥ കേട്ട ഉടൻ തന്നെ മറ്റൊന്നും ആലോചിക്കാതെ നേരെ കാട്ടിന്റെ അടുത്തേക്ക് ഓടി. ദൊക്കി ഇത്തനാ തേസ് ഭാഗ് രഹി തീ കി ना उसने प्यासी जाड़ी और ना ही भूखी गाय की पुकार सुनी. तेज എന്നാൽ സ്പീഡ്, വേഗം. പുക്കാർ എന്നാൽ വിളി. ദൊക്കി
അത്രയധികം വേഗത്തിലായിരുന്നു ഓടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ദൊക്കയ്ക്ക് ആ ദാഹിച്ചിരുന്ന ബുഷിൻ്റെയോ അതുപോലെ തന്നെ വിശന്നിരുന്ന ആ പശുവിൻ്റെയോ വിളി കേൾക്കാനായി കഴിഞ്ഞില്ല. वह तो गड़गड़ाती हुई चौपड़ी में घुस गई और बूढ़ी अम्मा को हुक्म दिया, मेरे लिए नहाने का पानी तैयार करो. ഗഡ്ഗഡാത്തി എന്നാൽ വളരെ ഉയർന്ന ശബ്ദത്തിൽ, ഗുസ് എന്നാൽ എൻ്റർ ചെയ്യുക, പ്രവേശിക്കുക, ഹുക്കും എന്നാൽ ഓർഡർ ചെയ്യുക, ആജ്ഞാപിക്കുക. ദൊക്കി വളരെ ശബ്ദത്തോടുകൂടി ആ കുടിലിന്റെ അകത്തേക്ക് കയറിക്കൊണ്ട് ആ വയസ്സായ അമ്മയുടെ അടുത്ത് ആജ്ഞാപിച്ചു, ഓർഡർ ചെയ്തു. മേരെ ലിയെ നഹാനെ കാ പാനി തയ്യാർ കരോ, എനിക്ക് വേണ്ടി കുളിക്കാനുള്ള വെള്ളം തയ്യാറാക്കൂ. ഹാ ആവോ മേ തുമ്ഹാരി ഹി രാഹ് ദേഖ് രഹി തീ. അപ്പോൾ ബൂഢി അമ്മ പറഞ്ഞു, ഹാ വരൂ, ഞാൻ നിനക്കായി തന്നെയായിരുന്നു കാത്തിരിക്കുന്നുണ്ടായിരുന്നത്. പാനി തയ്യാർ ഹേ, വെള്ളം റെഡി ആയിട്ടുണ്ട്. നഹാലോ, കുളിച്ചോളൂ. ബൂഢി അമ്മാനെ ദൊക്കി സേ കഹ. ബൂഢി അമ്മ, വയസ്സായ അമ്മ ദൊക്കിയോട് പറഞ്ഞു. झटपट नहाने के बाद जैसे ही दोकी ने तैलिया सिर से हटाया उसकी तो चीख निकल गई. പെട്ടെന്ന് തന്നെ കുളിച്ചതിന് ശേഷം ദൊക്കി തൻ്റെ ടവൽ തലയിൽ നിന്നും മാറ്റിയപ്പോൾ ഉസ്കി തോ ചീഖ് നിക്കൽ ഗയി, ദൊക്കി നിലവിളിക്കുകയാണ് ചെയ്തത്. ചീക്ക് എന്നാൽ സ്ക്രീം, നിലവിളിക്കുക. ദൊക്കി കെ ദോ ഹി തോ ബാൽ ഥേ ഓർ വേ ബി ചാട് ഗയേ ഥേ. ദൊക്കിക്കുണ്ടായിരുന്നത് ആകെ 2 മുടിയായിരുന്നു, അതുപോലും കൊഴിഞ്ഞുപോയി. റോത്തെ റോത്തെ ദൊക്കി ഘർ കി തരഫ് ചൽനെ ലഗി. റോത്തെ എന്നാൽ കരഞ്ഞുകൊണ്ട്, കരഞ്ഞുകൊണ്ട് ദൊക്കി തന്റെ വീട്ടിനടുത്തേക്ക് നടന്നു. രാസ്തേ മേ ഉസേ ഗായനെ സീങ്ക് മാര. സീങ്ക് എന്നാൽ ഹോൺ, കൊമ്പ്. വഴിയിൽ വെച്ച് പശു ദൊക്കിയെ കൊമ്പുകൾ വെച്ച് കുത്തി. ഓർ മെഹന്തി കി ജാഡിനെ കാണ്ടെ ചുബോ ദിയെ. കണ്ടെ എന്നാൽ ത്രോൺസ്, മുള്ളുകൾ. അതുപോലെ തന്നെ മൈലാഞ്ചിയുടെ ചെടി മുള്ളുകൾ വെച്ച് ദൊക്കിയുടെ ദേഹത്ത് തുളച്ചു കയറ്റി. കാരണം എന്താണ്? വഴിയിൽ വെച്ച് ദാഹിച്ചുകൊണ്ടും വിശന്നുകൊണ്ടും അവർ കരഞ്ഞപ്പോൾ ദൊക്കി അവരെ ശ്രദ്ധിച്ചതുപോലുമില്ല. ദൊക്കിക്ക് എക്കിയെ പോലെ ആവണം എന്ന് മാത്രമായിരുന്നു ആഗ്രഹം. അതുകൊണ്ടാണ് ആരെയും ശ്രദ്ധിക്കാതെ, ആരുടെ പ്രശ്നങ്ങളും നോക്കാതെ, ആരെയും സഹായിക്കാതെ ദൊക്കി വേഗത്തിൽ ബൂഢി അമ്മയുടെ അടുത്തേക്ക് പോയത്. അവിടെ പോയി ബൂഢി അമ്മയോട് ആജ്ഞാപിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ദൊക്കിക്ക് ഇത്തരത്തിലൊരു അവസ്ഥ വന്നത്. മഗർ അബ് ദൊക്കി അപ്ന സബക് സീഖ് ചുക്കി തീ. എന്നാൽ ഇപ്പോൾ ദൊക്കി തൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി. ഇസ്കെ ബാദ് എക്കി ദൊക്കി അപ്നെ അമ്മ ബാബ കെ സാത്ത് ഖുഷി ഖുഷി രഹനെ ലഗി. അതിനുശേഷം എക്കിയും ദൊക്കിയും അവരുടെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചു. ഈ ചാപ്റ്ററോടുകൂടി 2nd സ്റ്റാൻഡേർഡിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 3rd സ്റ്റാൻഡേർഡിലെ എല്ലാ ക്ലാസ്സസും എൻ്റെ ചാനലിലെ പ്ലേലിസ്റ്റിൽ ക്ലാസ് 3 ഹിന്ദി അതുപോലെ ക്ലാസ് 3 ഇംഗ്ലീഷ് എന്ന പേരിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൽ കയറി കാണാവുന്നതാണ്. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാവിധ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ ആ ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ എൻ്റെ പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.